Dear students, in this video we learn basics of C programming. നമ്മൾ ഓൾറെഡി ഒരു C എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി എന്തായിരുന്നു എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരുന്നു എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, നമ്മളൊരു പ്രോഗ്രാം എഴുതണമെങ്കിൽ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രോഗ്രാംസ് എങ്ങനെയാണ് എഴുതുന്നത്, ആ പ്രോഗ്രാംസിനെ എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അതിൻ്റെ റിസൾട്ട്സ് എങ്ങനെ കിട്ടും, ദെൻ പ്രോഗ്രാമിംഗ് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോനകത്ത് പറയുന്നത്. നിങ്ങൾ നോക്കാം, നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് സൈക്കിൾ ഉണ്ട്. അതായത് നമുക്കൊരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, അതായത് നമുക്കൊരു സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം വരുമ്പം നമ്മൾ ഏറ്റവും ആദ്യം ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യും. ദെൻ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിലെ കുറേ ഒന്നിലധികം സൊല്യൂഷൻസ് വരുവാണെങ്കിൽ അതിൽ എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു അൽഗോരിതം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ദെൻ അൽഗോരിതം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ട് ഡ്രോ ചെയ്ത് കഴിയും. അപ്പോൾ ഏതാണ്ട് നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ദെൻ നമ്മൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കറിയുന്ന ഒരു ലാംഗ്വേജിൽ കമ്പ്യൂട്ടറിൽ നമുക്കറിയാവുന്ന ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യും. ദെൻ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അൽഗോരിതം എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത്, ഹൗ ടു ഡ്രോ ദ ഫ്ലോ ചാർട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എങ്ങനെ, അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾക്ക് എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതേ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. അപ്പം നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സി ലാംഗ്വേജ് ആണ്. അപ്പോൾ സി ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി ഇല്ല, നമ്മൾ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. കമ്പൈലർ യൂസ് ചെയ്യുന്നതും കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം. കമ്പൈലർ ഇറ്റ് മേക്സ് എ എക്സി കോഡ് അല്ലെങ്കിൽ പെർമനൻറ്റ് ഒബ്ജക്റ്റ് കോഡ് അല്ലേ. കമ്പൈലർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹോൾ പ്രോഗ്രാമിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഹോൾ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്തിട്ട് അതൊരു പെർമനൻറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യും, ഒരു എക്സിക്യൂട്ടബിൾ കോഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ കമ്പൈലേഷൻ ടൈമിലാണ് ഇതിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന എറേഴ്സ് എന്ന് പറയുന്നത് സിൻടാക്സ് എറേഴ്സ് ആണ്. അപ്പോൾ സിൻടാക്സ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സിൻടാക്സ് എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടബിൾ കോഡ് ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നമുക്ക് ഈ സി പ്രോഗ്രാമിൽ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിനകത്തുള്ള പ്രോഗ്രാംസ് എങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും, അതിനുവേണ്ടി പ്രോഗ്രാം റൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യണമെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രോഗ്രാം എല്ലാം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ കമ്പൈൽ ചെയ്യാണ്. കമ്പൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമാണ്. അതിനെ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യണം, മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ കോഡിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനാണ് കമ്പൈൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ കമ്പൈലിംഗ് എന്ന് പറയുന്നത്, കമ്പൈലേഷൻ എന്ന് പറയുന്നത്. ദെൻ കമ്പൈൽ ചെയ്യുന്ന പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്തു.
അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചെങ്ങോട്ട് തന്നെ പോവും, എഡിറ്റ് സ്റ്റെപ്പിലേക്ക് തന്നെ മൂവ് ചെയ്യും. ദെൻ എറേഴ്സ് ഒന്നും ഇല്ല, സക്സസ്ഫുൾ ആയിട്ട് കമ്പൈലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന എന്താണ്, പ്രോഗ്രാമിനെ റൺ ചെയ്യും. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കറക്റ്റ് ആണോ നോക്കും. ഔട്ട്പുട്ട് കറക്റ്റ് അല്ല എങ്കിൽ വീണ്ടും നമ്മൾ എങ്ങോട്ടേക്ക് പോകണം, എഡിറ്റ് സ്റ്റെപ്പിൽ പോകണം, ദെൻ വീണ്ടും കമ്പൈൽ ചെയ്യണം, ദെൻ റൺ ചെയ്യണം. ആ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ എഴുതുന്നത്. റൈറ്റ് അതിൻ്റെ ആ പ്രോസസ്സിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. ഒരു ആ പ്രോഗ്രാമിനെ ഓൾറെഡി ഉള്ള പ്രോഗ്രാമിനെ അതിനെ എഡിറ്റ് ചെയ്തു, ദെൻ കമ്പൈൽ ചെയ്തു. കമ്പൈലേഷനിൽ എറർ വരികയാണെങ്കിൽ തിരിച്ചെങ്ങോട്ട് തന്നെ പോകുന്നു, എഡിറ്റ് ചെയ്യണം അല്ലേ. ദെൻ എഡിറ്റിംഗ് ചെയ്തു, എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ചെയ്തു, വീണ്ടും കമ്പൈൽ ചെയ്തു, വീണ്ടും എറേഴ്സ് വരികയാണെങ്കിൽ വീണ്ടും ഇതേ സ്റ്റെപ്സിൽ തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ കമ്പൈലേഷൻ എറേഴ്സ് എപ്പോഴാണോ നോ ആവുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. റൺ ചെയ്തത് കറക്റ്റായിട്ടാണോ, കറക്റ്റ് ഔട്ട്പുട്ടാണോ റൺ ചെയ്യുമ്പോൾ കിട്ടിയതെന്ന് നോക്കുന്നു. യെസ് ആണെങ്കിൽ നമ്മളിത് ഓക്കെ ഡൺ ആണ്. ഇൻ കേസ് ഈ കറക്റ്റഡ് അല്ല എങ്കിൽ, അത് നോ ആണെങ്കിൽ, റൺ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് നോ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം, എഡിറ്റിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇപ്പം ഇവിടെ നോക്കാം, കറക്റ്റ് ആണെങ്കിൽ യെസ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും റൺ ചെയ്യുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് സാമ്പിൾ ഇൻപുട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഓരോ കേസിലും ഇത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. എല്ലാ കേസിലും അത് ടെസ്റ്റിംഗ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം ഡൺ ആയിട്ട് വരുള്ളൂ. അതായത് കംപ്ലീറ്റ്ലി കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ഇതിനെയാണ് ഒരു ഡെവലപ്മെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് പ്രോഗ്രാമിൻ്റെ 3 സ്റ്റെപ്സാണ് മെയിനായിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യണം. ദെൻ സെക്കൻഡ് അതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈലേഷൻ ഓക്കെ അല്ലെങ്കിൽ, കമ്പൈലറിൽ എറേഴ്സ് വരികയാണെങ്കിൽ ഇനി ഇൻ്റർപ്രറ്ററാണ് ഉപയോഗിക്കണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് വരികയാണെങ്കിൽ തിരിച്ച് വീണ്ടും എഡിറ്റിലേക്ക് പോകണം. ദെൻ എഡിറ്റ് ചെയ്തു, കമ്പൈൽ ചെയ്തു, കമ്പൈലേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം പ്രോഗ്രാമിംഗ് സൈക്കിൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു എഡിറ്ററിനെ ഓപ്പൺ ചെയ്യണം. എഡിറ്റർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് 2 ടൈപ്പ് അറിയാം. സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, പിന്നെ സെക്കൻഡ് എന്തായിരുന്നു, പിന്നെ സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് പറയാം, നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മുടേതായ ആവശ്യത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാം, അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകൾ ചേർന്നിട്ടാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. നോക്കാം, ഇവിടെ നമ്മൾ എഡിറ്റർ എഡിറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു പ്രോഗ്രാം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഓപ്പൺ ആൻ എഡിറ്റർ. An editor is a system program that lets you type in text, modify and update it. അപ്പം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, അല്ലെങ്കിൽ സിസ്റ്റം പ്രോഗ്രാം ആയിട്ടുള്ള എഡിറ്ററിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ടെക്സ്റ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഈ എഡിറ്ററിന് ഒരു എക്സാമ്പിളാണ് വേർഡ്. വേർഡിനകത്ത് നമുക്ക് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം, എൻ്റർ ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അതേപോലെ നോട്ട് പാഡ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് എഡിറ്റർ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ദെൻ സെക്കൻഡ്, ക്രിയേറ്റ് യുവർ പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാം അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഗ്രാം ക്രിയേറ്റ് ഇടാം. അപ്പോൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ഇൻ യുവർ പ്രോഗ്രാം ഇൻ ആൻ എഡിറ്റർ. ദെൻ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്, ഈ ഒരു എക്സാമ്പിളിനകത്ത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണിക്കുന്നത് ടർബോ C++ എന്ന് പറയുന്ന സിയുടെ കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ ലിനക്സ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് CC എന്ന് പറയുന്ന കമ്പൈലർ ആയിരിക്കും. ദെൻ ആ കമ്പൈലറിൻ്റെ കൂടെ എഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ ഉബുണ്ടുവിലൊക്കെ ആണെങ്കിൽ Gedit ഉപയോഗിച്ചിട്ട്
വേണം പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വിൻഡോസിൽ ഇനി വേറെ GEdit തന്നെയാണ് നമ്മൾ വിൻഡോസിൽ യൂസ് ചെയ്യുന്നെങ്കിൽ Notepad++ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ആ ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് രണ്ട് ഭാഗം, അതായത് ഉബുണ്ടു യൂസേഴ്സിനും വിൻഡോസ് യൂസേഴ്സിനും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉബുണ്ടു ഞാൻ വർക്ക് ചെയ്യിക്കുന്നില്ല, വിൻഡോസിൽ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതാണ് മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉബുണ്ടുവിൽ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മൾ GEdit അല്ലെങ്കിൽ Notepad ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടാണ് എഡിറ്ററായിട്ട് പ്രോഗ്രാംസ് നമ്മൾ അതിനകത്തേക്ക് ഫീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രോഗ്രാംസ് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എഡിറ്ററിനെ യൂസ് ചെയ്യും. ദെൻ ടർബോ C++നകത്ത് അല്ലെങ്കിൽ ടർബോ സിനകത്ത് ടർബോ സിയും ടർബോ C++ ഉണ്ട്. C++ന്റെ കമ്പൈലറിൽ C പ്രോഗ്രാം കൊണ്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന C++ന്റെ കമ്പൈലർ ടർബോ സി ആണ്. സിയുടെ കമ്പൈലർ ആയിരുന്നു ടർബോ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം C++ന്റെ കമ്പൈലറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ രണ്ട് ടൈപ്പ് പ്രോഗ്രാംസും C++ൻ്റെയും ചെയ്യാം, അതുപോലെ സിയുടെ പ്രോഗ്രാംസും ചെയ്യാം. ദെൻ ആ കമ്പൈലർ എഡിറ്റർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ IDE എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക് അല്ലേ? ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ്. ആ എൻവയോൺമെൻറ്റിൽ എഡിറ്ററുണ്ട്, കമ്പൈലറും എല്ലാം അതിൻ്റെ കൂടെ നമുക്ക് എല്ലാ ഓപ്ഷനും ഒന്നിച്ച് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിനെ സേവ് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോഗ്രാം സേവ് ചെയ്യുമ്പം എപ്പോഴും അതിൻ്റെ എക്സ്റ്റൻഷൻ നെയിം C എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ കൊടുക്കണം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് C++ൻ്റെ കമ്പൈലർ ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് എക്സ്റ്റൻഷൻ നെയിം വരിക CPP എന്നാണ്. അപ്പോൾ CPP എന്ന എക്സ്റ്റൻഷൻ വന്നാൽ ചില ഫയൽസ് ഒന്നും അതിനകത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പം എറേഴ്സ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രോഗ്രാം സേവ് ചെയ്യുമ്പം അതിൻ്റെ എക്സ്റ്റൻഷൻ C ആണെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മൾ sample.c എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ദെൻ നെക്സ്റ്റ് sample.c ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതിനെ കമ്പൈൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഡിറ്റിംഗ് യു ഹാവ് ടു കമ്പൈൽ ദ പ്രോഗ്രാം. ദ കമ്പ്യൂട്ടർ cannot execute a C program or the individual statements of a C program directly. അപ്പോൾ നമ്മളൊരു C പ്രോഗ്രാം ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനെ കമ്പൈൽ ചെയ്ത് ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ കോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, പ്രോസസ്സറാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനെയും പ്രോസസ്സ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സിനകത്ത് എഴുതുന്ന ഒരു ഇൻസ്ട്രക്ഷനാണിത്. G = A mod B. മോഡ് എന്ന് പറഞ്ഞാൽ A / B കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ പാർട്ട് എന്തിനകത്തേക്ക് സ്റ്റോർ ചെയ്യണം? ജിയിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിന് അത് മനസ്സിലാവില്ല. അപ്പം ഇത് കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഇൻസ്ട്രക്ഷനെ പല ഇൻസ്ട്രക്ഷൻസായിട്ട് കമ്പ്യൂട്ടർ റീഡബിൾ ഇൻസ്ട്രക്ഷൻസായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പം അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം ലോഡ് ഫ്രം മെമ്മറി ലൊക്കേഷൻ പറയണം R1ലേക്ക്, ദെൻ R2നകത്തേക്ക് സെക്കൻഡ് വാല്യൂ ലോഡ് ചെയ്യണം, ദെൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എൻ്റെ കണ്ടന്റ് സ്റ്റോർ ചെയ്യണം, ദെൻ അതിൻ്റെ റിമൈൻഡർ പാർട്ട് R3ൽ സ്റ്റോർ ചെയ്യണം, ആ R3ലുള്ള വാല്യൂ വേണം ജിയിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇത്രയും പ്രോസസ്സുകളാണ് കമ്പൈലേഷനിൽ നടക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് C പ്രോഗ്രാമിൻ്റെ IDE വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടർബോ C++, അതായത് TC, നമ്മൾ ഷോർട്ടായിട്ട് പറയാം TC എന്നാണ്. TCയുടെ
സിയുടെ ഒരു കമ്പൈലറാണ്. അപ്പോൾ TCയുടെ IDE ഓപ്പൺ ചെയ്യാണ്. അപ്പം നമ്മൾ സിസ്റ്റത്തിനകത്ത് എവിടെയാണോ അതിനെ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് TurboC++ എന്ന് പറയുന്ന കമ്പൈലറിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. then ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. നിന്ന് നമ്മൾ സ്റ്റാർട്ട് TurboC++ കൊടുക്കുക. നമുക്ക് ഈ TurboC++ ഇതാണ് സിയുടെ IDE എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ കൊടുക്കാം. ന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈൻ ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതാം. പ്രോഗ്രാം എഴുതി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട ഈ പ്രോഗ്രാമിനെ നമുക്ക് സേവ് ചെയ്യണം. ഇപ്പോൾ സേവ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ ഇപ്പോൾ ഈ പ്രോഗ്രാം ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ പേര് hello.c എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ hello.c എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള എക്സ്റ്റൻഷൻ CPP എന്നാണ് വരിക. ഇവിടെ കണ്ടില്ലേ noname.cpp എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പം ഈ നോൺ നെയിം എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ പുതിയ പേര് കൊടുത്തു, എക്സ്റ്റൻഷൻ C ആയിട്ട് കൊടുത്തു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മളിപ്പം എഡിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതായത് പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഈ ഒരു മെനുവിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാം കമ്പൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കമ്പൈൽ ചെയ്യാൻ കൊടുക്കുക. കമ്പൈലിനകത്ത് കമ്പൈലേഷൻ എന്ന് പറയുന്നതിൽ മെയിനായിട്ട് മേക്ക് ആൻഡ് ലിങ്ക് രണ്ട് പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട്. നമുക്കതിന് ബിൽഡ് ഓൾ കൊടുക്കാം എല്ലാം കമ്പൈൽ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കമ്പൈൽ ചെയ്ത് ഇവിടെ എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ സക്സസ് ആണ്, പ്രസ് എനി കീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തു. ഞാനിവിടെ ഒരു മോഡിഫിക്കേഷൻ കൂടി വരുത്താണ്. ഇതിൻ്റെ ലാസ്റ്റിലൊരു getch എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് include conio.h. അപ്പോൾ ഇതൊക്കെ ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു മോഡിഫിക്കേഷൻ വരുത്തിയില്ലേ, ഇനി വീണ്ടും നമ്മൾ ഒന്നുകിൽ F2 കീ പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സേവ് എന്ന് പറയുന്നത് കൊടുക്കുക. സേവ് ചെയ്തു. ദെൻ ഈ മോഡിഫിക്കേഷൻ വരുത്തിയത് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി കമ്പൈൽ ചെയ്ത് നോക്കുന്നു. ഇപ്പോഴും എറേഴ്സ് ഒന്നുമില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ടിൽ എന്താ വന്നിരിക്കുന്നത്, ഹലോ വെൽക്കം ടു സി. ഈ ഒരു മെസ്സേജ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, ഒരു C പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയും. അതായത് ഫസ്റ്റ് വൺ നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യുക, ദെൻ സെക്കൻഡ് അതിനെ കമ്പൈൽ ചെയ്യാം, ദെൻ തേർഡ് വൺ എക്സിക്യൂട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യും. കമ്പൈലേഷൻ എററോ അല്ലെങ്കിൽ റൺ ടൈം എററോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകണം. അതായത് എഡിറ്റ് ചെയ്യണം, കമ്പൈൽ ചെയ്യണം, ദെൻ വീണ്ടും അതിൽ എറേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ റൺ ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ഏകദേശം ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. ഇപ്പം നിങ്ങൾ ഈ IDEയിൽ നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫയലിനകത്ത് ന്യൂ എടുക്കുക. ദെൻ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ച പ്രോഗ്രാംസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൽ CPP ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് C ആയിട്ട് മാറ്റാം. C പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരുന്നത് ഹലോ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഈ ഹലോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ എനിക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഹലോ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓപ്പൺ ആയി. ഇപ്പോൾ കഴിയുന്നത് ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് ഒന്നിച്ച് ഓപ്പൺ ചെയ്ത് വയ്ക്കാതിരിക്കുക. ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതിനെ നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനെ വിൻഡോസ് എടുത്തിട്ട്
ഇതിൽ ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം മാത്രം ഇവിടെ നിന്നു. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഫയൽസ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി അത് പ്രോബ്ലം വരും. അപ്പോൾ എക്സിക്യൂഷൻ സ്പീഡ് കുറയും, എറേഴ്സ് എററല്ല നമ്മൾ സ്ലോ ആകും എക്സിക്യൂഷൻ. അതുകൊണ്ട് കഴിയുന്നത് കുറേ പ്രോഗ്രാംസ് ഓപ്പൺ ചെയ്ത് വയ്ക്കാതിരിക്കുക. ഒരു പ്രോഗ്രാം അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ വിൻഡോയിൽ പോയിട്ട് ക്ലോസ് കൊടുക്കുക. ഓക്കെ, ദെൻ മറ്റൊന്ന് കമ്പൈൽ ചെയ്യാൻ ബിൽഡ് ടൂൾ കൊടുക്കുക. ഞാൻ കമ്പൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും മതി. ദെൻ റൺ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇത്ര കാര്യങ്ങൾ കൊടുക്കുക. ദെൻ എഡിറ്റിൽ നമുക്ക് ഒരു പോർഷനെ എന്തിനെങ്കിലും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യണം. നമ്മൾ സാധാരണ വേർഡിനകത്തും ഒക്കെ ചെയ്യുന്ന അതേ പ്രോസസ്സുകൾ തന്നെ ഇവിടെയും ചെയ്യാം, കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ ചെയ്യാം. ദെൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഫൈൻഡ് റീപ്ലേസ്, സെർച്ച് അഗൈൻ, ഇത്രയും ഓപ്ഷൻസ് മെയിനായിട്ട് ചെയ്യുന്നത് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ കമ്പൈൽ ചെയ്തു. കമ്പൈലേഷൻ എങ്ങനെയാണ് കമ്പൈൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി. നെക്സ്റ്റ്, എന്തിനാണ് സി പ്രോഗ്രാം, വൈ പ്രോഗ്രാം ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ലൈക്ക് സി പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ ആവശ്യം എന്താണ്? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് സി പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസിന് ആവശ്യം വരുന്നത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് മെഷീന് മനസ്സിലാവണില്ല, എന്നിട്ട് പിന്നെ എന്തിനാ ഹൈ ലെവൽ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് മെഷീൻ ലാംഗ്വേജിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടതെങ്കിൽ, അതായത് റൈറ്റിംഗ് പ്രോഗ്രാംസ് ഇൻ മെഷീൻ ലാംഗ്വേജ് ഈസ് ലോങ്, ടിഡിയസ് ആൻഡ് എറർ പ്രോൺ. നോക്കാം, തൊട്ട് മുമ്പ് ചെയ്തതിൽ ജസ്റ്റ് G = A mod B എന്നുള്ള ഈ ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ മെഷീൻ കോഡിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എത്ര ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം? 4 ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഈ ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് 4 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലേ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ മെഷീൻ ലാംഗ്വേജിലായാലും അസംബ്ലി ലാംഗ്വേജിലായാലും അതിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ലെങ്തി ആണ്. മറ്റൊന്ന്, അതിനകത്ത് എറർ ഉണ്ടാവാൻ, അതായത് നമുക്ക് അതിലെ കോഡുകൾ, ബൈനറി കോഡുകൾ അല്ലെങ്കിൽ മെഷീൻ കോഡുകളൊക്കെ ഓർത്ത് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഓർമ്മിച്ച് വയ്ക്കാനുള്ളത്. ദെൻ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എറർ കറക്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡീബഗ്ഗിങ് ഓപ്പറേഷൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാം 0s and 1s എന്നുള്ള രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്തിട്ടാണ് എഴുതുന്നതെങ്കിൽ അവിടെ എറർ വരാനുള്ള ചാൻസും അത് കറക്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ദെൻ ദർ ആർ ഓൾസോ നോട്ട് പോർട്ടബിൾ. പോർട്ടബിൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. സി പ്രോഗ്രാം പോർട്ടബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ഇസ് നോട്ട് പോർട്ടബിൾ. അതായത് നമ്മളൊരു ഇന്റലിൻ്റെ ഒരു പ്രോസസ്സറിന് വേണ്ടി എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ഇന്റലിൻ്റെ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഒരു AMD പ്രോസസ്സറിൽ ആ സെയിം ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓരോ സിസ്റ്റത്തിനും അനുസരിച്ച് നമ്മൾ അതിൻ്റെ കോഡുകൾ ചേഞ്ച്, അതായത് മെഷീൻ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന കോഡുകളിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ നമുക്ക് നല്ലത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുക. ദെൻ ആ പ്രോഗ്രാമിനെ അതാത് മെഷീനിലുള്ള കമ്പൈലർ ഉപയോഗിച്ച് കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ കമ്പൈലർ ഏത് മെഷീനിലാണോ നമ്മൾ കമ്പൈലർ ഏത് മെഷീനിലാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൽ യൂസ് ചെയ്യുന്ന കമ്പൈലർ നമ്മുടെ സി പ്രോഗ്രാമിനെ ആ ഒരു പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ. ഓക്കെ, മനസ്സിലായില്ലേ? പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സിസ്റ്റത്തിനും നമ്മൾ എഴുതുന്ന പ്രോഗ്രാം, ഏത് മെഷീന് വേണ്ടി അല്ലെങ്കിൽ ഏത് പ്രോസസ്സറിന് വേണ്ടി നമ്മൾ എഴുതിയ പ്രോഗ്രാം ആണെങ്കിലും ആ പ്രോഗ്രാമിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പം മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് പോർട്ടബിൾ അല്ല, കാരണം ഓരോ മെഷീൻ്റെയും ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സി ലാംഗ്വേജ് എങ്ങനെയാണ് പോർട്ടബിൾ ആവുന്നത് എന്ന് വെച്ചാൽ ഓരോ മെഷീനിലും അതിൻ്റെതായ കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ആ കമ്പൈലറിനനുസരിച്ച് അത് കൺവേർട്ട് ചെയ്യപ്പെടും.
നെക്സ്റ്റ് കമ്പൈലർ വർക്ക് ഇസ് എ ബ്രിഡ്ജ്. അതായത് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനും മെഷീനും നടുക്ക് വർക്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് എൻ്റെ കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സി പ്രോഗ്രാം അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് സി പ്രോഗ്രാം കൊടുക്കുന്നു, ഇൻപുട്ടായിട്ട് കൊടുത്തു, അതിനെ കമ്പൈലർ ഫോർ സി ഫോർ ഗിവൺ ടാർഗറ്റ് മെഷീൻ, ഏത് മെഷീനിലേക്കാണോ നമ്മൾ ചെയ്യുന്നത് ആ മെഷീന് വേണ്ടിയിട്ട് സി കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ അത് എങ്ങോട്ടേക്ക് പോകുന്നു, ഇക്വലൻ്റ് മെഷീൻ പ്രോഗ്രാം ഓൺ ടാർഗറ്റ്, ഏത് മെഷീനിലാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ മെഷീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള കാരണം മെഷീൻ ലാംഗ്വേജ് ഒന്ന് ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത് ടിഡിയസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതിനാരിൽ എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എറർ നമ്മൾ എല്ലാം ബൈനറി കോഡിലോ അവർ അസംബ്ലി കോഡിലോ ഓർത്ത് വയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്. രണ്ടാമത്തെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് പോർട്ടബിൾ അല്ല. ഹൈ ലെവൽ ലാംഗ്വേജ് സി പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് എല്ലാം പോർട്ടബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ കമ്പൈലർ, ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനും മെഷീനും ഇടയ്ക്കുള്ള ഒരു എന്തായിട്ട് ബ്രിഡ്ജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സിമ്പിൾ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തു ഹലോ ഒന്ന് എഴുതിയതിന് പകരമായിട്ട് ഇവിടെ ഇപ്പോൾ വെൽക്കം ടു സി എന്ന് വന്നത്. അപ്പോൾ ഒരു എഡിറ്റർ ഓപ്പൺ ചെയ്ത് നമ്മളൊരു പ്രോഗ്രാം ഹലോ ഡോട്ട്, ഇവിടെ സാമ്പിൾ ഡോട്ട് സി ആണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഹലോ ഡോട്ട് സിയിലേക്കാണ് സേവ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളതിനെ കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു ടർബോ സിയിൽ. ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് ജി സി സി കമ്പൈലർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് നോക്കുക. അതായത് ഉബുണ്ടുവിലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ എഡിറ്റർ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്തു. അതായത് നോട്ട് പാഡ് പോലുള്ള എഡിറ്റർ അല്ലെങ്കിൽ ജി എഡിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്രയും കണ്ടന്റ് എഡിറ്റ് ചെയ്തു. എന്നിട്ട് സാമ്പിൾ ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് അതിനെ സേവ് ചെയ്തു. ദെൻ ആ സേവ് ചെയ്തിരിക്കുന്നതിനെ കമ്പൈൽ ചെയ്യാൻ വേണ്ടി ഈ %സിമ്പിൾ എന്ന് പറയുന്നത് പ്രോംപ്റ്റ് ആണ്. ഉബുണ്ടുവിൻ്റെ ഷെൽ അതായത് കൺസോളിൻ്റെ പ്രോംപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കമാൻഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമാൻഡ് ലൈനിൻ്റെ പ്രോംപ്റ്റ് എന്ന് പറയാം. ദെൻ അവിടെ നമ്മൾ GCC സാമ്പിൾ ഡോട്ട് സി കൊടുത്തു. ഇത് കമ്പൈൽ ചെയ്തു. ഈ ഒരു പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യും. എറേഴ്സ് ഉണ്ടെങ്കിൽ എറർ കാണിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും എഡിറ്ററിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി സേവ് ചെയ്തിട്ട് തിരിച്ചുവിടെ വന്ന് ഒന്നുകൂടി കമ്പൈൽ ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്മൾ ആ പ്രോഗ്രാമിനെ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതിൽ hello.exe എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ഫയൽ നിങ്ങൾ കമ്പൈൽ ചെയ്താലും, ഏത് നെയിമിലുള്ള സി പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫയലിൻ്റെ പേര് a.out എന്നായിരിക്കും. ഓക്കെ, ദെൻ ആ a.out ഇത് ഉബുണ്ടുവിൻ്റെ കേസിലാണ് പറയുന്നത്. GCC കമ്പൈലർ ഉപയോഗിക്കുമ്പോൾ ഉള്ള കേസാണ് പറയുന്നത്. അവിടെ സാമ്പിൾ ഡോട്ട് സി എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് വാല്യൂ, അതായത് മെഷീൻ റീഡബിൾ കോഡിലേക്ക് വേണ്ട അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ഫോമിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ a.out എന്നായിരിക്കും. ഇപ്പോൾ a.outനെ നമ്മൾ റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഉബുണ്ടുവിൽ ./a.out എന്ന് ഒന്നുകൂടി ഓർക്കുക, ./a.out അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും വെൽക്കം ടു സി എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. #include stdio.h. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ സ്പേസ് എഴുതിയതിനകത്ത് ഇവിടെ സ്പേസ് വിട്ടുപോയിട്ടുണ്ട്. സ്പേസ് ഇല്ലാതെ വിടാൻ പാടില്ല. #include. ഈ ഹാഷ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് കോളത്തിൽ, അതായത് ഫസ്റ്റ് ലൈനിൽ നല്ല ഏത് ലൈനിലാണെന്നെങ്കിലും അതിൻ്റെ ഫസ്റ്റ് കോളത്തിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം ഹാഷ് എന്നുള്ളത്. ഹാഷ് സ്പേസ് ഇല്ലാതെ include stdio.h. ഇതാണ് നമ്മൾ പ്രോഗ്രാമിലെ ഏറ്റവും ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത്
This tells the compiler to include the standard input-output library. Standard input-output library include ചെയ്യാൻ കമ്പൈലറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൈനാണ് എന്ത് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അതായത് സി പ്രോഗ്രാം റോബസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് എന്താണ് അതിന് റോബസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആണെന്ന് പറഞ്ഞിരുന്നു. സ്ട്രോങ് ആണെന്ന് പറയാനുള്ള കാരണം അതിലെ ലൈബ്രറി ഫങ്ഷൻസ് ആണ്, ലൈബ്രറി ഫയൽസ് ആയിരുന്നു. ഈ ലൈബ്രറി ഫങ്ഷൻസ് അവർ ലൈബ്രറി ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, ലൈബ്രറി ഫങ്ഷൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൻ്റെ റൂട്ടൈൻസ് ഒക്കെ, ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മളൊരു ഫങ്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പെർട്ടിക്കുലർ ഇത് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സിനകത്ത് ഹെഡ് ഓഫ് ഫയൽസിനകത്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് .h എക്സ്റ്റൻഷനുള്ള ഫയൽസിനെ ഹെഡ് ഓഫ് ഫയൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് stdio.h എന്നാണ്. ഈ ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മളൊരു ഹൈ ലെവൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ യൂസർ ടു കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ ഉണ്ടാവും, അതുപോലെ കമ്പ്യൂട്ടർ ടു യൂസർ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. യൂസർ കമ്പ്യൂട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഇൻപുട്ട് വാല്യൂസിലൂടെയാണ്, നമ്മൾ വാല്യൂ അങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്. ദെൻ കമ്പ്യൂട്ടർ നമ്മോട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് വാല്യൂസിലൂടെ, അതായത് കമ്പ്യൂട്ടർ നമുക്ക് റിസൾട്ട്സ് തരും. ഒന്നെങ്കിൽ റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മെസ്സേജ്. ഇപ്പം എറേഴ്സ് ആണ് വരുന്നതെങ്കിൽ എറർ മെസ്സേജ് ഉണ്ടാവും, റിസൾട്ട് ആണെങ്കിൽ റിസൾട്ട് വരുന്ന മെസ്സേജസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇൻപുട്ട്, അതായത് കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വാല്യൂ വേണം, ഒരു വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു രണ്ടും ഇല്ലാത്ത പ്രോഗ്രാംസ് ഉണ്ടാവാം, പക്ഷെ അവിടെ എന്താണ് അതിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, ഒരു ഇൻറ്ററാക്ഷനും ഉണ്ടാവില്ല. അപ്പം ഹൈലി ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രീ പ്രോസസ്സറാണ്. പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പേ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പ്രീ പ്രോസസ്ഡ് ആണ്. അപ്പം നമുക്ക് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലെ റൂട്ടൈൻസിനെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. എന്തിനു മുമ്പേ, കമ്പൈലേഷന് മുമ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള പ്രീ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ലൈനിൽ നമുക്കുള്ള ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്, ഒരു പ്രീ പ്രോസസ്സർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് സിമ്പിളിലാണ്. ദെൻ ഒരു പ്രീ പ്രോസസ്സറിന് എക്സാമ്പിളാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത് ഹെഡർ ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യാനാണ്. ദെൻ നെക്സ്റ്റ് ഹെഡർ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി ഫയൽസിൻ്റെ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൻ്റെ റൂട്ടൈൻസ്, ആ ബിൽറ്റ് ഇൻ ഫങ്ഷൻ്റെ ബോഡിയിൽ എന്താണോ അതിനകത്ത് ചെയ്യാൻ പറയുന്ന ടാസ്കുകൾ, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ ഹെഡർ ഫയൽസിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇൻക്ലൂഡ് ദിസ് ലൈൻ റുട്ടൈൻലി ആസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് യുവർ സി ഫയൽ. അതായത് നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നടത്തുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യണം. stdio.h എന്ന് പറയുന്ന ഫയലിന് ഈ ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലൈന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മെയിൻ എന്നാണ്. മെയിൻ കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റും ദെൻ ക്ലോസ് ബ്രാക്കറ്റും ഉണ്ട്.
ഇതിൽ ഓപ്പൺ പാരാന്തസിസ് ആൻഡ് ക്ലോസ് പാരാന്തസിസ്. പാരാന്തസിസ് എന്നാണ് ഇതിന് പറയുന്നത്. ബ്രാക്കറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനാണ് പൊതുവെ. അപ്പോൾ ഇത് പാരാന്തസിസ് ആണ്. അപ്പം മെയിൻ, ദെൻ ഇവിടെ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ, അത് ഓപ്പൺ ആൻഡ് ക്ലോസ് പാരാന്തസിസ് കൊടുക്കുന്നത്. മെയിൻ ഈസ് എ ഫങ്ഷൻ. മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു സി പ്രോഗ്രാം ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് വേലാണ് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് ആണ്, മോഡുലാർ പ്രോഗ്രാമിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്കിനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ. അപ്പം ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാസ്കേ ഉള്ളൂ, ഒരു വെൽക്കം മെസ്സേജ് പ്രിന്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മൊഡ്യൂൾ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിൽ മെയിൻ എന്ന് പറയുന്ന മൊഡ്യൂൾ, ഈ മെയിൻ എന്നുള്ള മൊഡ്യൂൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നാണ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മെയിനിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. യൂസറാണ് ഇതിനുള്ളിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനിലാണ് നമ്മൾ കമ്പൈലർ കമ്പൈൽ ചെയ്യുമ്പം ഈ മെയിനിൽ വെച്ചിട്ടാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ എക്സിക്യൂഷൻ കമ്പൈൽ ചെയ്തതിന് ശേഷം നമുക്കുള്ള കോഡിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ പ്രോഗ്രാമിലാണ്. അപ്പം മെയിൻ എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലോക്കുകളാക്കാൻ വേണ്ടിയിട്ടാണ്, ബ്ലോക്കിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേർലി ബ്രേസ് യൂസ് ചെയ്യുന്നത്. അതായത് മെയിൻ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പോയിന്റിൽ അത് എൻഡ് ചെയ്യുന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അപ്പം മെയിൻ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. ഈ ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പൈൽ ചെയ്യണമെങ്കിൽ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മെയിൻ എന്നുള്ള ഫങ്ഷൻ ആ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻ ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. കാരണം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിലാണ്. അപ്പോൾ ഇത് ഫങ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പാരാന്തസിസ് ഇതിനുള്ള യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആൻഡ് ക്ലോസ് പാരാന്തസിസ്. നോക്കാം, മെയിൻ ഈസ് എ ഫങ്ഷൻ. All C programs start by executing from the first statement of the main function. ഈ മെയിൻ ഫംഗ്ഷന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തൊട്ടിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ടോപ്പ് ഡൗൺ പ്രോഗ്രാമിങ്ങിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമുക്ക് എന്താണോ, എന്തിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണോ എഴുതുന്നത് അതിന്റെ മെയിൻ ലോജിക്കാണ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ആ മെയിൻ ലോജിക്കിൽ നിന്ന് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് സബ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സബ് ലോജിക്കുകളായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ എന്നുള്ള മെയിനിലാണ് ഇതിൽ എന്തൊക്കെ ചെയ്യുന്നുള്ളത്. ഈ മെയിനിൽ നിന്നാണ് പിന്നെ നമ്മൾ ഓരോരോ സ്റ്റെപ്പിനകത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് എഫ് ഓൾസോ. പ്രിന്റ് എഫ് എന്ന് പറയുന്നതും ഒരു ഫങ്ഷനാണ്. ഓക്കെ, ഇവിടെ മെയിനിൽ ഈ പാരാന്തസിസിനുള്ളിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ മീനിങ് ഇതിൽ ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല, പാരാമീറ്റേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, എംപ്റ്റി ആണ്. ആർഗ്യുമെന്റ്സ് എംപ്റ്റി ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. പക്ഷെ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് ഇതൊരു ബിൽറ്റ് ഇൻ ഫങ്ഷനാണ്, യൂസർ ഡിഫൈൻഡ് അല്ല, ബിൽറ്റ് ഇൻ ആണ്. അപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആർഗ്യുമെന്റ് ഓർ പാരാമീറ്റർ ആണ് വെൽക്കം ടു സി എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് ആ കാര്യത്തെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഒരു മെസ്സേജ് ആണെങ്കിൽ ആ മെസ്സേജിനെ ഡബിൾ കൊട്ടേഷനുള്ളിൽ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തായിട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു മെസ്സേജ് നമുക്ക് കിട്ടും. ദെൻ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ലൈൻ എൻഡ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലല്ല, ഇവിടെ എൻഡ് ചെയ്യുന്നത് സെമിക്കോളനിലാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ്. പക്ഷേ സി പ്രോഗ്രാമിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എൻഡ്, അതായത് ഡീലിമിറ്റർ ക്യാരക്ടർ എന്ന് പറയുന്നത് സെമിക്കോളനാണ്.
ഓക്കെ, ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ? നോക്കുക, printf is the function called to output from a C program to print a string, enclose it in double quotation and it gets printed. ഡബിൾ കൊട്ടേഷൻ എന്ത് കൊടുക്കുന്ന ആ കാര്യത്തെ printf എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരാവുന്ന, ഇപ്പം നമ്മൾ ആ എഴുതിയിരിക്കുന്ന, അതായത് ഈ ഒരു പ്രോഗ്രാം ആകെ ഇവിടെ മെയിനായിട്ട് 1-2 ലൈനേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഒരു ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യാനും മെയിൻ ഫംഗ്ഷനും പിന്നെ ഒരു പ്രിന്റഫും 3 ലൈൻസാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. ഇതിൽ നമുക്ക് വരാവുന്ന എറേഴ്സ് എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫോർഗെറ്റിംഗ് ടു ഇൻക്ലൂഡ് stdio.h. നമ്മൾ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോവാം, അതുകൊണ്ട് എറേഴ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും എറർ വന്നിട്ട് നമുക്ക് എറേഴ്സ് വരാം. എന്നാൽ stdio.h ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയാൽ printf എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. നെക്സ്റ്റ്, ഫോർഗെറ്റിംഗ് മെയിൻ ഫംഗ്ഷൻ. നമ്മളെ പ്രോഗ്രാമിനകത്ത് മെയിൻ കൊടുത്തിട്ടില്ല, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യില്ല. ദെൻ തേർഡ് എറർ എന്ന് പറയുന്നത് ടു ഫോർഗെറ്റിംഗ് സെമിക്കോളൻ. ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും എൻഡിൽ ഒരു സെമിക്കോളൻ കൊടുക്കണം. ഫംഗ്ഷൻ്റെ എൻഡിലല്ല, ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും എൻഡിൽ സെമിക്കോളൻ കൊടുക്കണം. സെമിക്കോളനാണ് സിയുടെ ഡീലിമിറ്റർ ക്യാരക്ടർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഫോർഗെറ്റിംഗ് ഓപ്പൺ ഓർ ക്ലോസ് ബ്രേസ്. ഇപ്പം നമ്മൾ ഓപ്പണിംഗ് ബ്രേസ് കൊടുക്കാം. അപ്പം നേരത്തെ ഇതിൽ നോക്കാം, ഇവിടെ ഞാൻ ബ്രേസ് ഓപ്പൺ ചെയ്തു, എന്നോട് ഇവിടെ ക്ലോസ് ചെയ്യാൻ വിട്ടുപോവാം. അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്തില്ല, ക്ലോസിങ് മാത്രം ചെയ്യാം. ഇങ്ങനെ എറേഴ്സ് വരാം. പിന്നെ വെൽക്കം ടു സി എന്നുള്ളതിൽ ഇവിടെ ബ്രേസ് പാരാന്തസിസ് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്യാൻ വിട്ടുപോവാം. ഈ രീതിക്കുള്ള എറേഴ്സ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ്, ഫോർഗെറ്റിംഗ് ടു ക്ലോസ് ദ ഡബിൾ കോട്ട്. നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡബിൾ കൊട്ടേഷൻ നമ്മോട് വിട്ടുപോവാം. നോക്കാം, ഡബിൾ കൊട്ടേഷൻ ഇവിടെ കൊടുത്താൽ വെൽക്കം ടു സി എന്നുള്ളത് ഡബിൾ കൊട്ടേഷൻ കൊടുത്തത് നമുക്ക് വേണമെങ്കിൽ നമ്മോട് വിട്ടുപോയിരിക്കാം. ഇത്ര കാര്യങ്ങളാണ് നമുക്കൊരു പ്രോഗ്രാമിൽ വരാവുന്ന എറേഴ്സ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രാമിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് stdio.h വേർഡ് മാൻ ജസ്റ്റ് നേരത്തെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ ഒന്ന് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സേവ് ചെയ്യുന്നു. Alt+F സേവ്, ദെൻ കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്യുമ്പോൾ ഇവിടെ സക്സസ് ആണ്. ദെൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. കാണാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് യൂസർ സ്ക്രീനിലേക്ക് പോവാം. അതായത് Alt+W യൂസർ സ്ക്രീനിൽ. അപ്പോൾ വെൽക്കം ടു സി ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നോക്കാം, ചില വേർഷനില്ല, ടി സിയുടെ വേർഷനിനകത്ത്, അതായത് ടബോ സിയുടെ വേർഷനിൽ ഈ stdio.h ഇങ്ങനെയുള്ള സിമ്പിൾ പ്രോഗ്രാംസിന്, അതായത് printf scanf എന്ന് പറയുന്ന ഈ 2 ഫംഗ്ഷന് വേണ്ടിയിട്ട് stdio.h ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും എറേഴ്സ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ GCC കമ്പൈലറൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. അത് കമ്പൈലറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വോയിഡ് മെയിനിൽ വോയിഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഒഴിവാക്കുകയാണ്. നമ്മളിതിനെ ഒന്നുകൂടി സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്ത് റെഡിയാണ്. ദെൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ കമ്പൈലേഷൻ ഓക്കെ ആണെങ്കിൽ കൂടി ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഫങ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ. അപ്പം നമ്മൾ വോയിഡ് എന്നുള്ളതിൻ്റെ മീനിങ് ഇറ്റ് റിട്ടേൺസ് നത്തിങ് എന്നായിരുന്നു. നമ്മളിവിടെ വോയിഡ് എന്നുള്ള വേർഡ് ഒഴിവാക്കിയത് കൊണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫങ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വോയിഡ് മെയിൻ എന്ന് എഴുതുമ്പം റിട്ടേൺ എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. വോയിഡ് എന്നുള്ള വേർഡ് മെയിനിന് മുമ്പേ ചേർത്തിട്ടില്ല എങ്കിൽ ഇവിടെ നിർബന്ധമായിട്ടും റിട്ടേൺ 0 എന്ന് കൊടുക്കണം. ഇവിടെ റിട്ടേൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ്
the program successfully completed എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഈ കമ്പൈലറിനെ ലോഡ് ചെയ്യുന്നത് OS ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ഫംഗ്ഷനിലേക്ക് 0 എന്ന് പറയുന്ന, അതായത് OSനകത്തേക്ക് 0 എന്നുള്ള വാല്യൂ ഈ ഫംഗ്ഷൻ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നു. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനെ മനസ്സിലാക്കുന്ന ഈ ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. അല്ലാത്ത കേസിൽ അവിടെ നമുക്ക് 0 എന്നുള്ള വാല്യൂവിന് പകരമായിട്ട് സിസ്റ്റം എന്തെങ്കിലും രീതിയിലുള്ള എറേഴ്സ് വന്നിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ആ എററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ശരി, നമ്മൾ ഒന്നുകൂടി ഇതിനെ സേവ് ചെയ്തു, ദെൻ കമ്പൈൽ ചെയ്യാം. ഇപ്പം നമുക്ക് വാർണിംഗ് ഇല്ല, ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ, വാർണിംഗ് ഒന്നും കാണിക്കുന്നില്ല. ദെൻ നമുക്കതിനെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു. നമ്മളിവിടെ ഔട്ട്പുട്ടൊന്നും കാണുന്നില്ല. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വരാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതി റൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിൽ printf എന്നുള്ള പറയുന്ന മെസ്സേജേ ഉള്ളൂ. ഇൻപുട്ട് വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് വാല്യൂ കൊടുക്കുമ്പോഴാണ് യൂസറിൻ്റെ സ്ക്രീനിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ യൂസർ സ്ക്രീൻ വഴിയാണ് കമ്പ്യൂട്ടർ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂസർ സ്ക്രീനിലൂടെയാണ് നമ്മൾ എങ്ങോട്ടേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടില്ല, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതൊന്നും വന്നിട്ടില്ല. അപ്പം ഈ ഒരു പ്രോഗ്രാം നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഈ മെനുവിൽ വിൻഡോ എന്ന് പറയുന്ന മെനു ഐറ്റത്തിനകത്ത് യൂസർ സ്ക്രീന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് വരും. ഇപ്പോൾ 2 പ്രാവശ്യം റൺ ചെയ്തിരുന്നു, ആ 2 പ്രാവശ്യത്തെ വാല്യൂ വന്നു, ഹലോ വെൽക്കം ടു സി എന്ന് വന്നിട്ട്. ഓക്കെ, ദെൻ എൻ്റെ കീ പ്രസ് ചെയ്യുക, ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ യൂസർ സ്ക്രീനിലേക്ക് നമ്മൾ ഇംപ്ലിസിറ്റായിട്ട് പോകുന്നതിന് പകരം നമ്മളിപ്പോൾ ഈ വിൻഡോ വഴിയാണ് നമ്മൾ പോകുന്നത്. അതിന് പകരമായിട്ട് യൂസറിൻ്റെ സ്ക്രീനിലേക്ക് നമ്മൾ എപ്പോഴും പോകുക എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് ഇവിടെ എഴുതി വയ്ക്കാം. അതായത് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നമുക്കൊരു ഇൻപുട്ടിൻ്റെ സ്റ്റെപ്പ് ഇവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് സി എച്ച് എന്ന് പറയുന്നത് ടു ഗെറ്റ് എ സിംഗിൾ കീ സ്ട്രോക്ക് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഗെറ്റ് സി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സി പ്രോഗ്രാമില്ലാത്ത printf ഈ ഒരു എന്താ പറയുക ഫങ്ഷൻ ഹലോ എന്നുള്ളത് പ്രിന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു കീ സ്ട്രോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ നമുക്ക് നോക്കാം, കമ്പൈൽ ചെയ്യാം, ദെൻ റൺ ചെയ്ത് നോക്കാം, എറേഴ്സ് ഒന്നുമില്ലാതെ. അപ്പോൾ ഹലോ വെൽക്കം ടു സി, ഞാൻ എഴുത്തിലൂടെ പോയിട്ടില്ല, വിൻഡോ വഴി, വിൻഡോ എന്ന് പറയുന്ന മെനു, അതായത് ID-യിലെ വിൻഡോ എന്ന് പറയുന്ന മെനു ഓപ്ഷനിലൂടെ പോയിട്ടല്ല ഞാനിവിടെ ഔട്ട്പുട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ തിരിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരും. തന്നെ ഞാൻ ഇവിടെയുള്ള ഒരു സെമിക്കോളൻ ഒഴിവാക്കുക എന്ന് വിചാരിക്കാം. സെമിക്കോളൻ കൊടുത്തിട്ടില്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പം എന്ത് കാണിക്കുന്നു, എറർ കാണിച്ചു. എറർ കാണിക്കുന്ന നോക്കുക, സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് 7th ലൈനിലാണ്, അതായത് ലൈൻ 7ലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് ആണെന്ന് പറയുന്നത്. ശരിക്കും ഒറിജിനലി ലൈൻ 7ലല്ല മിസ്സിംഗ് ഉള്ളത്, 6ലാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, സെമിക്കോളൻ മിസ്സിംഗ് എന്ന് പറയുന്ന എറർ അത് മിസ് ചെയ്തിരിക്കുന്ന ലൈനിലായിരിക്കില്ല കാണിക്കുക, അതിന് തൊട്ട് താഴെയുള്ള ലൈനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എററിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗെറ്റ് സി എച്ച് കഴിഞ്ഞ് സെമിക്കോളൻ കൊടുത്തു, കമ്പൈൽ ചെയ്തു, ഓക്കെയാണ്. ദെൻ എക്സിക്യൂട്ട് ചെയ്താൽ നേരത്തെ സെയിം ആൻസർ തന്നെ കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വോയിഡ് എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമില്ല. വോയിഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുക്കേണ്ടി വരും, റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം.
അപ്പം റിട്ടേൺ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനെ ആരാണോ കോൾ ചെയ്തത് ആ കോൾ ചെയ്യുന്നിടത്തിലേക്ക് വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നേ ഉള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. നന്നായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിൽ ഇത് വീണ്ടും വീണ്ടും പറയാൻ പോകുന്നതുകൊണ്ട് ഓർത്ത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നെക്സ്റ്റ് അനദർ സിമ്പിൾ പ്രോഗ്രാം, മറ്റൊരു സിമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഉണ്ട്. അപ്പോൾ ഓർക്ക് ഹാഷ് കഴിഞ്ഞിട്ട് ഹാഷിനും ഇൻക്ലൂഡിനും ഇടയ്ക്ക് എന്തുണ്ടാവാൻ പാടില്ല, സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, printf വെൽക്കം ടു. അതെ, ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ there are 2 statements in main, statement 1 and statement 2. 1 and 2 ഈ 2 സ്റ്റേറ്റ്മെന്റ്സും സെമിക്കോളൻ വെച്ചിട്ട്, അതായത് ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ടെർമിനേറ്റഡ് വിത്ത് സെമിക്കോളൻ. ഒരു ലൈൻ, ഒരു സി പ്രോഗ്രാമിന്റെ എല്ലാ ലൈനിലും സെമിക്കോളൻ കൊടുക്കണമെന്നില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്നവരാണ് എന്ത് കൊടുക്കേണ്ടത്, സെമിക്കോളൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നിലധികം ലൈനിലുണ്ടെങ്കിൽ ആ 2 എവിടെയാണോ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ സെമിക്കോളൻ കൊടുക്കണം. അപ്പോൾ ഇത് printf എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ നോക്കാം. ഇതിൽ curly braces encloses a set of statements are executed in sequence. അപ്പോൾ നമുക്ക് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫൈൻസ് ദ മെയിൻ ഫംഗ്ഷൻ. ദ ബ്രാക്കറ്റ് ഷോസ് ദ മെയിൻ ഫംഗ്ഷൻ ടേക്സ് നോ ആർഗ്യുമെന്റ്. നേരത്തെ പറഞ്ഞു, ഇവിടെ മെയിനകത്ത് ആർഗ്യുമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല. ദെൻ ആർഗ്യുമെന്റ്സ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. Then execution always begins from the first statement of main function. ഈ മെയിൻ ഫംഗ്ഷന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തൊട്ടിട്ടാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ printf എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. അതിൽ ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, മെയിൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്, printf എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ഓക്കെ, first brace signals the beginning of the body of main and last signal its end. അതായത് ഇവിടെയുള്ള ഈ ബ്രേസ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷന്റെ സ്റ്റാർട്ടിങ്ങിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിന്റെ സ്റ്റാർട്ടിങ്ങിനെ കാണിക്കുന്നു. ദെൻ അതിന്റെ കേളി ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രേസ് എന്ന് പറയുന്നത്, കേളി ബ്രാക്കറ്റ് എന്ന് പറയും. ഈ ക്ലോസിംഗ് ബ്രേസ് അതിന്റെ എൻഡിനെ റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് മെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 by 1 ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് സീക്വൻഷ്യൽ ഓർഡറിലാണ് ഇവിടെ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് സീക്വൻഷ്യൽ ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? വെൽക്കം ടു എന്ന് പറയുന്ന ഒരു ലൈനിലും സി പ്രോഗ്രാമിംഗ് നെക്സ്റ്റ് ലൈനിലാണോ കിട്ടുക? അതല്ല, വെൽക്കം ടുവും സി പ്രോഗ്രാമിങ്ങും സിംഗിൾ ലൈനിലാണോ കിട്ടുക? ഇനി നമുക്ക് നോക്കാനുള്ള അതാണ്, രണ്ടും കൂടി ഒരേ ലൈനിലാണോ കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നോക്കാം, നമ്മുടെ പ്രോഗ്രാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓൾട്ട് കമ്പൈൽ ചെയ്തു. അപ്പം ഇവിടെ എറർ ഉണ്ട്, എന്തൊരു എറർ സംഭവിച്ചിട്ടുണ്ട്. എറർ എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം സ്റ്റേറ്റ്മെന്റ് മിസ്സിങ് സെമിക്കോളൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ സെമിക്കോളൻ കൊടുക്കാം. ഗെറ്റ് സി എച്ചിലല്ല, അതിന് തൊട്ട് മുമ്പത്തെ ലൈനിലായിരിക്കും എറർ ഉണ്ടാവുമെന്ന് പറഞ്ഞു നമ്മൾ. എവിടെയാണോ സെമിക്കോളൻ ഇല്ല എന്നുള്ള മെസ്സേജ് വേണം, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലൈനിലായിരിക്കും സെമിക്കോളൻ ഇല്ലാതിരിക്കുക. ഓക്കെ, അപ്പോൾ സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. ഓക്കെ, ഈ 2 വാല്യൂസ്, ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ 2 ലൈനിലായിട്ടാണോ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അതിന് മുമ്പ് ഒരു മോഡിഫിക്കേഷൻ കൂടി നടത്താനുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ നേരത്തെ പറഞ്ഞിരുന്ന പ്രോഗ്രാമിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ,
ദെൻ നമ്മളതിനെ റൺ ചെയ്യുന്നു. നോക്കൂ, നമ്മൾ റൺ ചെയ്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഹലോ വെൽക്കം ടു പ്രോഗ്രാമിംഗ് ഇൻ സി. സിംഗിൾ ലൈനിലാണ് ഇതെല്ലാം വന്നത്. അപ്പോൾ നമ്മൾ 2 ലൈനിലായിട്ടാണ് കാര്യങ്ങൾ, 2 പ്രിൻ്റഫിലായിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ കൊടുത്തതെങ്കിൽ കൂടി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒറ്റ സിംഗിൾ ലൈനിലായിട്ടാണ്. അപ്പോൾ നമുക്കത് ഒരു ലൈനിൽ തന്നെയായിട്ട് അല്ല 2 ലൈനിലായിട്ട് നമുക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ /n എന്ന് കൊടുക്കുക. ഒരു എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടറാണ് /n. n എന്ന് പറയുന്ന ക്യാരക്ടറിനുള്ള മീനിങ് ആണ്. അതിനെന്തെങ്കിലും പെർട്ടിക്കുലർ മീനിങ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ഒരു ന്യൂ മീനിങ് കൊടുക്കുകയാണ് ബാക്ക്വേർഡ് / എന്ന് പറയുന്ന സിമ്പിൾ. ഇപ്പോൾ /n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് /ൻ്റെ കൂടെ ഒരു സിംഗിൾ ക്യാരക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നത് എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ എന്നാണ്. ഓക്കെ, അപ്പോൾ /n എന്ന് പറയുന്ന എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ കൂടി അങ്ങനെ ഒന്ന് അതിന് മുമ്പേ ഞാനൊരു ഫങ്ഷൻ കൂടി ഇവിടെ കൊടുക്കുന്നു, CLR SCR. ഇപ്പോൾ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം കിട്ടണമെങ്കിൽ. സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ള ഫങ്ഷനാണ് CLR SCR എന്ന് പറയുന്നത്. ഓക്കെ, conio.h ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ മൊഡ്യൂൾ conio.hനകത്താണ് ഉള്ളത്. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാം. കമ്പൈൽ ചെയ്തു, സക്സസ്, റൺ ചെയ്തു. അപ്പം നമുക്ക് 2 ലൈനിലായിട്ടാണ് വരുന്നത്. അപ്പോൾ /n എന്നുള്ളത് വർക്ക് ചെയ്തത് മനസ്സിലായില്ലേ? സ്ക്രീൻ ക്ലിയർ ചെയ്യുകയും ചെയ്തു. /n എന്ന് പറയുന്ന ആ ഒരു സ്വിച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? /n എന്ന് പറയുന്നത് ഒരു എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടറാണ്. ഇറ്റ് റിപ്രസെൻറ്റ്സ് ദ ന്യൂ ലൈൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഫോം ഫീഡ്. അതായത് നമുക്ക് ഒരു പുതിയ ലൈനിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് /n നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് എല്ലാം കൂടി ഒന്നുകൂടി നോക്കാം. ദെൻ പ്രോഗ്രാംസിൽ കമൻസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൂടെ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, #include stdio.h /* a simple C program. ദെൻ printf welcome to printf C program. ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഓരോരോ സ്റ്റെപ്സും എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതിൽ ഫസ്റ്റിൽ /* a simple C */ എന്ന് പറയുന്നത് ഇത് ഇതുവരെ നമ്മൾ കണ്ട പ്രോഗ്രാമിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ /*ഉം ഒരു //നും ഇടയ്ക്ക് നമ്മൾ പറയുന്നതെല്ലാം കമൻസ് ആണ്. നേരത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മൾ ഡബിൾ / ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിന് പകരമായിട്ട് C എന്ന് പറയുന്ന ലാംഗ്വേജിലെ കമൻറ്റ് എന്ന് പറയുന്നത് കമൻസ് റിട്ടേൺ വിത്തിൻ എന്താണ് /* ആൻഡ് //. ഈ /*നും //നും ഇവിടെ ഉപയോഗിക്കുന്നത് ഫോർവേഡ് / ആണ്. ആ /നും ഫോർവേഡ് / ആൻഡ് ഒരു സിമ്പിൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് എന്ത് കാര്യവും ദെൻ സ്റ്റാർട്ട് ടു ഫോർവേഡ് / വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതുന്നു അതെല്ലാം കമൻസ് ആയിട്ടാണ് എടുക്കുന്നത്. കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്, ജസ്റ്റ് അത് എക്സിക്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പം നമ്മൾ എത്ര കമൻസ് കൊടുത്തു കഴിഞ്ഞാലും പ്രോഗ്രാമിൻ്റെ exe ഫയലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യില്ല. ദെൻ printf welcome to, ഇവിടെ നമ്മൾ ഇൻലൈൻ കമൻറ്റ് കൊടുത്തിട്ടുണ്ട് /* ഫസ്റ്റ് പ്രിൻ്റ്. അപ്പോൾ ഓർക്കുക, എവിടെയാണ് \/ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കമൻസ് കൊടുത്തിട്ട് അതിനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വിട്ടുപോയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും എന്തായിട്ട് മാറും? കമൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഫങ്ഷൻസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യില്ല. നോക്കുക, ഈ 3 കാര്യങ്ങളും ദീസ് ആർ കോൾഡ് കമൻസ്. അപ്പോൾ സിയിൽ കമൻറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് ഫോർവേഡ് /n */ ഈ പെയേഴ്സിനുള്ളിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന എന്തും കമൻസ് ആയിരിക്കും. ഓക്കെ, any text between successive /* and // is comment and will be ignored by the compiler. Then comments are not part of the program. Comments ഒരിക്കലും ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് വരുന്നില്ല.
കാരണം എന്താ വെച്ചാൽ കമൻസ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പം പ്രോഗ്രാമിൽ എഴുതെങ്കിൽ കൂടി അത് ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ കമൻസ് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സിക്യൂഷനിൽ കമൻസ് ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മെഷീൻ കോഡിനകത്തേക്ക് ഈ കമൻസിനെ ഒരിക്കലും കൺവേർട്ട് ചെയ്യുന്നില്ല. They are written for us to understand or explain the program better. അതായത് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി, എന്തിനുള്ള പ്രോഗ്രാമാണ്, ആരാണ് എഴുതിയത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, കമൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമൻസ് ക്യാൻ ബി ഷോർട്ട് ഓർ ലോങ്. എനി നമ്പർ ഓഫ് കമൻസ് മേ ബി ഇൻക്ലൂഡഡ്. അപ്പോൾ കമൻസ് ഷോർട്ട്, ഒരു സിംഗിൾ വേർഡ് ആയിരിക്കാം കമൻ്റ് ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ് ആവാ കമൻസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം എത്ര ഷോർട്ടായാലും എത്ര ലോങ് ആയാലും എത്ര നമ്പർ ഓഫ് കമൻസ് വേണമെങ്കിലും നമുക്കൊരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഐഡിയ ടു കമന്റ് യുവർ പ്രോഗ്രാം. ഫോർ ലാർജർ പ്രോഗ്രാം ഇൻഡസ്ട്രി ദിസ് ഇസ് മസ്റ്റ്. Will help you and other developers understand and maintain programs. അതായത് നമ്മൾ വലിയൊരു പ്രോജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ പ്രോജക്റ്റ് ഗ്രൂപ്പിൽ മോർ ദാൻ 1 പേഴ്സൺസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പേഴ്സണും അവർ എഴുതിയിരിക്കുന്ന കോഡ് എന്തിനാണ്, യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ തന്നെ അതിനെ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സിന് ആ പ്രോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പം പൊതുവെ വലിയൊരു ഇൻഡസ്ട്രിയിലെല്ലാം കമൻസ് കൊടുക്കണം എന്നുള്ളത്, അതായത് പ്രോഗ്രാമിൽ നമ്മൾ എഴുതുന്നതിനെല്ലാം കമൻറ്റ് ചെയ്യണം. കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനല്ല. അപ്പോൾ പ്രിൻ്റ് ഓഫ് വെൽക്കം ടു എന്നുള്ളതിന് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം സി ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് ജസ്റ്റ് ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത്. അതല്ലാതെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുമ്പോൾ നമ്മളതിനെ കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ്, just as main function is a function, printf is also a function. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മെയിനും പ്രിൻ്റഫും ഫങ്ഷൻസ് ആണ്. ദെൻ അവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് printf is a library function from the standard input output library. stdio.h എന്ന് പറയുന്ന ഫയലിനെ, ഹെഡർ ഫയലിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു എന്തിനു വേണ്ടിയിട്ടാണ്, പ്രിൻ്റഫ് എന്ന് പറയുന്ന ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ. പ്രിൻ്റഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ അല്ല, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു ഫങ്ഷനും യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കണം, stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. printf takes as arguments a sequence of characters in double quotes like welcome to. A sequence of characters in double quote are called string constants. അപ്പോൾ നമ്മൾ ഡബിൾ കൊട്ടേഷനുള്ളിൽ എന്ത് റൈറ്റ് ചെയ്യുന്നു, എന്തായാലും അതിനെ സ്ട്രിങ് കോൺസ്റ്റൻസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഈ സ്ട്രിങ് കോൺസ്റ്റൻസ് ഒക്കെ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, കോൺസ്റ്റൻസ് എന്താണെന്നുള്ളത് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഡബിൾ കൊട്ടേഷനുള്ളിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അതിന് നമ്മൾ പറയുന്നത് സ്ട്രിങ് കോൺസ്റ്റൻസ് എന്നാണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ്. അപ്പം വെൽക്കം ടു എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടർ ആണ്, അത് സ്ട്രിങ് ആണെന്ന് കാണിക്കാൻ ഡബിൾ കൊട്ടേഷൻ യൂസ് ചെയ്യുന്നു. ദെൻ വി കോൾ ഫങ്ഷൻ ദാറ്റ് വി ഡിഫൈൻ ഓർ ഫ്രം ദ ലൈബ്രറീസ്. അപ്പം നമ്മൾ പ്രിൻ്റഫ് എന്ന് പറയുന്ന ഫങ്ഷനെ പ്രിൻ്റഫ് ഡബിൾ കൊട്ടേഷനിൽ വെൽക്കം ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പ്രിൻ്റഫ് എന്ന് പറയുന്ന ലൈബ്രറി ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യാണ്. അപ്പം നമ്മളെ ഓരോ ആൾക്കാർ കോൾ ചെയ്യുന്നത് നമ്മുടെ നെയിം ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ ഇവിടെ ഫങ്ഷൻസിനെ നമ്മൾ കോൾ ചെയ്യാനും ഫങ്ഷൻ നെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂ ലൈൻ ക്യാരക്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞു എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ ആണ്. അപ്പം ന്യൂ ലൈൻ ക്യാരക്ടർ എന്ന് പറയുന്നത് \/ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, \n. It's like any other literal and can be used multiple times in a line. ഒരു ലൈനിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും /n യൂസ് ചെയ്യാം. ദെൻ /n എന്ന് പറയുന്ന ഈ ഒരു
ക്യാരക്ടർ, എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ അല്ലെങ്കിൽ /n ക്യാരക്ടർ നമുക്ക് യൂസ് ചെയ്യുന്നത് ടു ക്രിയേറ്റ് എ ന്യൂ ലൈൻ, ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നേരത്തെ നിങ്ങൾ ചെയ്തിട്ട് കണ്ടു. /n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, വെൽക്കം ടു /n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വെൽക്കം ടു, ദെൻ /n എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. അപ്പം ഞാൻ ഈ വെൽക്കം എന്നുള്ളതിലാണ് /n കൊടുത്തെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് വരെ ഇത്രയും പോർഷൻ ആയിരിക്കും, വെൽക്കം വരെ ആയിരിക്കും. വെൽക്കം ദെൻ ടു എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൈനിലേക്ക് വരും. അപ്പം ഏകദേശം ഇന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ മൊത്തമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഒരു പ്രോബ്ലം സോൾവിങ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിരുന്നു ആദ്യം പറഞ്ഞത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, സെക്കൻഡ് സ്റ്റെപ്പ് റൈറ്റ് ആൻ അൽഗോരിതം, ആൻഡ് തേർഡ് വൺ ഡ്രോ എ ഫ്ലോ ചാർട്ട്. Then the fourth one, edit the program or write the program in a computer language. If it is a high level language, then you compile the code. When the language uses a compiler or the language uses an interpreter, interpret the program. Then if there are error occur, then റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് കമ്പൈലർ ആണെങ്കിൽ എക്സിക്യൂട്ട് എന്ന് പറയും. കാരണം അവിടെ ഒരു exe ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എക്സിക്യൂട്ട് ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുക ഓർ റൺ ചെയ്യുക എന്ന് പറയും. റൺ ചെയ്യുമ്പം നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്പുട്ടുകളല്ല കിട്ടുന്നതെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുക, ദെൻ വീണ്ടും കമ്പൈൽ ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാം എഴുതി, പ്രോഗ്രാമിനെ നമ്മൾ എഡിറ്റ് ചെയ്തു, കമ്പൈൽ ചെയ്തു, നമുക്ക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇതിൽ കമ്പൈൽ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തു, കമ്പൈൽ ചെയ്തു, കമ്പൈലേഷൻ എറർ ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ റൺ ചെയ്ത് ഔട്ട്പുട്ട് വന്നു. ഇതാണ് നമ്മളൊന്ന് പറഞ്ഞത്. ദെൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് എഡിറ്റർ ഉപയോഗിക്കാം. കമ്പൈലറിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പൈലേഴ്സിനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ടർബോസി എന്ന് പറയുന്ന സിയുടെ കമ്പൈലർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ബിൽറ്റ് ഇൻ എഡിറ്റർ ഉണ്ട്. അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ IDEയിൽ കമ്പൈലർ പ്ലസ് എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റർ പ്ലസ് കമ്പൈലറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനുള്ള ഓപ്ഷൻ ടർബോസിനകത്തുണ്ട്. അതിൽ വെച്ചിട്ട് നമ്മളതിനെ എഡിറ്റ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ കോഡ് കിട്ടും. മെഷീൻ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റൺ ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യും. ദെൻ നമ്മുടെ പ്രോഗ്രാമിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രീ പ്രോസസ്സർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്രീ പ്രോസസ്സർ എന്ന് പറയുന്നത് കമ്പൈലേഷന് മുമ്പേ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതാണ്. പൊതുവെ ഹെഡർ ഫയൽസിനെ അല്ലെങ്കിൽ ലൈബ്രറി ഫയൽസിനെ ഓർ ബിൽറ്റ് ഇൻ റൂട്ടൈൻസിനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലൈബ്രറി ഫങ്ഷൻസിനെ ഏതെങ്കിലും പ്രോഗ്രാമിൽ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ലൈബ്രറി ഫങ്ഷൻ്റെ റൂട്ടൈൻ, ഇപ്പം ജസ്റ്റ് നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യുള്ളൂ. ആ ഫങ്ഷനിൽ എന്തൊക്കെയാണ് എഴുതിയത്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് ഹെഡർ ഫയലിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഹെഡർ ഫയലിലൂടെ പ്രൊവൈഡ് ചെയ്യും. കമ്പൈലർ ആ ഹെഡർ ഫയലിനെ കൂടി ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഒരു പ്രീ പ്രോസസ്സറിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈൻ എന്ന് പറയുന്നത് നമുക്കൊരു മെയിൻ ഫങ്ഷൻ ഉണ്ടാവും. ആ മെയിൻ ഫങ്ഷനിലാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് കമ്പ്യൂട്ടർ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ട് ഫങ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, printf എന്ന് പറയുന്നത്. printfനുള്ളിൽ ഡബിൾ കൊട്ടേഷനകത്തായിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കാം. ദെൻ കോമൺ ആയിട്ട് വരുന്ന എറേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. ഓരോ സ്റ്റേറ്റ്മെൻറ്റ്, സിയിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളിലാണ് എൻഡ് ചെയ്യുന്നത്.
സെമിക്കോളൻ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എറർ കാണിക്കും നെക്സ്റ്റ് ലൈനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് പ്രീവിയസ് ലൈനിലാണ് സെമിക്കോളൻ മിസ്സിംഗ് എന്ന് മനസ്സിലാക്കുക. ആ ലൈനിൽ സെമിക്കോളൻ കൊടുക്കുക. ദെൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസുകളും ബ്രേസുകളും നമ്മോട് വിട്ടുപോവാം. അങ്ങനെ എറേഴ്സ് വരാം. ഡബിൾ കോട്ട്സ് ഇല്ലാതെ സ്ട്രിങ് എൻഡ് ചെയ്യാതെ പോകുന്നതുകൊണ്ട് എറർ ഉണ്ടാവാം. അപ്പോൾ ഈ എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നിങ്ങളോട് ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ മാക്സിമം എറേഴ്സ് ഉണ്ടാവാം. ആ എറർ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം. ദെൻ പ്രോഗ്രാമിനകത്ത് പിന്നെ സീക്വൻഷ്യൽ ഓർഡറിലാണ് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പ്രോഗ്രാമിനകത്ത് കമൻസ് കൊടുക്കാം. കമൻറ്റ് കൊടുക്കണമെങ്കിൽ /സ്റ്റാറും //ഉം ഈ രണ്ട് സിംബൽസിനും ഉള്ളിലായിട്ടാണ് നമ്മൾ കമൻസ് കൊടുക്കുന്നത്. സിംഗിൾ ലൈൻ കമൻ്റ് ആണെങ്കിൽ C++ൻ്റെ വേർഷനായിട്ടുള്ള ഡബിൾ സ്ലാഷ് എന്ന് പറയുന്ന ഡബിൾ ഫോർവേഡ് സ്ലാഷ് സിമ്പിൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ നമുക്കൊരു ന്യൂ ലൈനിലായിട്ടാണ് കണ്ടന്റുകൾ വരേണ്ടതെങ്കിൽ എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടറായ സ്ലാഷിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ.